വെൽക്കം ബാക്ക് ടു മണി പേഴ്സ്. മണി പേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, ഹെൽത്ത് ഇൻഷുറൻസ് രംഗത്ത് ഇന്ത്യയിൽ ഇന്ന് ഒട്ടനവധി കമ്പനികളാണ് അവരുടെ ശക്തമായ സാന്നിധ്യം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നും മികച്ച ഒരു കമ്പനിയുടെ മികച്ച ഒരു പോളിസി കണ്ടെത്തുക എന്നത് അത്യന്തം ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. കെയർ ഹെൽത്ത്, HDFC എർഗോ, ആദിത്യ ബിർള, SBI ജനറൽ, സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ്, നിവ ബൂപ്പ എന്നീ കമ്പനികൾ ഈ മേഖലയിലെ ചില പ്രമുഖ കമ്പനികളാണ്. ഈ കമ്പനികളുടെ ഏത് പ്രൊഡക്റ്റിലാണ് മികച്ച രീതിയിൽ ഡെലിവറി എക്സ്പെൻസും ന്യൂബോൺ ബേബി കവറേജും നൽകുന്നത് എന്ന കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ വിശദമാക്കാനായി പോകും. മികച്ച രീതിയിൽ ഡെലിവറി എക്സ്പെൻസും അതുകൂടാതെ ന്യൂബോൺ ബേബി കവറേജും നൽകുന്ന സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ സ്റ്റാർ വിമൻ കെയർ പ്രൊഡക്റ്റാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഇനി പോളിസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഈ പോളിസിയിൽ ജോയിൻ ചെയ്യുന്നതിന് മിനിമം 18 വയസ്സ് തികഞ്ഞിരിക്കണം. ഇൻഡിവിജ്വലായും ഫാമിലി ഫ്ലോട്ടറായും ഈ പോളിസി എടുക്കാവുന്നതാണ്. പ്രഗ്നന്റ് കണ്ടീഷനിൽ ഉള്ള യുവതികൾക്കും ഈ പോളിസിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ പോളിസിയുടെ സം ഇൻഷ്വേർഡ് 5 ലക്ഷം, 10 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷം, 25 ലക്ഷം, 50 ലക്ഷം, 1 കോടി രൂപ എന്നിവയാണ്. ഇനി റൂം റെൻറ്റിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 5 ലക്ഷം സം ഇൻഷ്വേർഡ് ചൂസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 1% ഓഫ് ദ സം ഇൻഷ്വേർഡ് ആണ് റൂം റെൻ്റായി പെർ ഡേ ലഭിക്കുന്നത്. അതായത് ഒരു ദിവസം 5000 രൂപ വരെ ലഭിക്കും. ഇനി 10 ലക്ഷമോ 15 ലക്ഷമോ 20 ലക്ഷമോ 25 ലക്ഷമോ രൂപയാണ് സം ഇൻഷ്വേർഡായി ചൂസ് ചെയ്യുന്നതെങ്കിൽ എനി റൂം ക്യാൻ ബി അവൈൽഡ് എക്സെപ്റ്റ് സ്യൂട്ട് റൂം എന്നുള്ളതാണ് കണ്ടീഷൻ. സ്യൂട്ട് റൂം ഒഴികെ മറ്റേത് കാറ്റഗറിയിലുള്ള റൂമും അവൈൽ ചെയ്യാവുന്നതാണ്. ഇനി 50 ലക്ഷമോ അതല്ലെങ്കിൽ 1 കോടി രൂപയോ ആണ് സം ഇൻഷ്വേർഡ് എങ്കിൽ സ്യൂട്ട് റൂം ഉൾപ്പെടെ ഏതൊരു റൂമും പോളിസിയിൽ ജോയിൻ ചെയ്ത വ്യക്തിക്ക് അവൈൽ ചെയ്യാം. ഈ പോളിസിയുടെ മറ്റൊരു പ്രത്യേകത, ഈ പോളിസിയിൽ അസിസ്റ്റഡ് റീപ്രൊഡക്ഷൻ ട്രീറ്റ്മെൻറ്റിന് ഒരു നിശ്ചിത തുക ലഭിക്കുമെന്നുള്ളതാണ്. പോളിസിയിൽ ജോയിൻ ചെയ്ത ശേഷം 3 വർഷം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഈ ഒരു തുക ക്ലെയിം ചെയ്ത് എടുക്കുവാനായി സാധിക്കുകയുള്ളൂ. അതായത് ഈ ഒരു ഫീച്ചറിന് 3 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് കമ്പനി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇനി ഓരോ സം ഇൻഷ്വേർഡിനും എത്ര രൂപ വീതം ഈ ചികിത്സയ്ക്ക് ലഭിക്കും എന്നുള്ളത് നോക്കാം. 5 ലക്ഷം, 10 ലക്ഷം, 15 ലക്ഷം എന്നിവയാണ് നമ്മൾ ചൂസ് ചെയ്യുന്ന സം ഇൻഷ്വേർഡ് എങ്കിൽ 5 ലക്ഷം രൂപയ്ക്ക് 50,000 രൂപ വരെയും, 10 ലക്ഷത്തിന് 1 ലക്ഷം രൂപയും, 15 ലക്ഷത്തിന് 1.5 ലക്ഷം രൂപയുമാണ് ലഭിക്കുക. ഇനി 20 ലക്ഷമോ 25 ലക്ഷം രൂപയോ ആണ് നമ്മൾ സം ഇൻഷ്വേർഡായി ചൂസ് ചെയ്യുന്നതെങ്കിൽ 2 ലക്ഷം രൂപ വരെ ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് നമുക്ക് ലഭിക്കും. 50 ലക്ഷം രൂപയാണ് സം ഇൻഷ്വേർഡ് എങ്കിൽ 2.5 ലക്ഷം രൂപയും, 1 കോടിയാണ് സം ഇൻഷ്വേർഡ് എങ്കിൽ 3 ലക്ഷം രൂപ വരെയും ഈ ഒരു ട്രീറ്റ്മെൻറ്റിനായി ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ പ്രഗ്നൻസി കെയറിന് വേണ്ടി 5 ലക്ഷം അതല്ലെങ്കിൽ 10 ലക്ഷം സം ഇൻഷ്വേർഡായി ചൂസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പ്രതിവർഷം 2500 രൂപയും, 15 ലക്ഷമോ അതല്ലെങ്കിൽ അതിന് മുകളിലോ ചൂസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പ്രതിവർഷം 5000 രൂപ വരെയും പ്രഗ്നൻസി കെയറിനായി ലഭിക്കുന്നതാണ്. സ്റ്റാർ വുമൻ കെയർ പോളിസിയിൽ ഇൻയൂട്ടീറോ ഫീറ്റൽ സർജറി വിഭാഗത്തിൽപ്പെടുന്ന ഓപ്പൺ ഫീറ്റൽ സർജറി, ഫീറ്റൻഡോ ഫീറ്റൽ സർജറി, ഫീറ്റൽ ഇമേജ് ഗൈഡഡ് സർജറി, എക്സിറ്റ് പ്രൊസീജിയർ എന്നീ ട്രീറ്റ്മെൻറ്റിനും കവറേജ് ലഭിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട ക്ലെയിംസിന് ക്യാപ്പിംഗ് ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത. പക്ഷേ 5 ലക്ഷമോ 10 ലക്ഷമോ ആണ് സം ഇൻഷ്വേർഡ് ചൂസ് ചെയ്യുന്നതെങ്കിൽ വെയിറ്റിംഗ് പീരീഡ് 2 വർഷം ബാധകമാണ്. അതല്ല 15 ലക്ഷമോ അതിൽ മുകളിലോ ആണ് സം ഇൻഷ്വേർഡ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഈ വെയിറ്റിംഗ് പീരീഡ് 1 വർഷമായിട്ട് കുറയ്ക്കുന്നതാണ്. ഇനി വോളണ്ടറി സ്റ്റെറിലൈസേഷൻ എക്സ്പെൻസസും ക്യാപ്പിംഗ് ഇല്ലാതെ ഈ ഒരു പോളിസിയിൽ നൽകപ്പെടും. പക്ഷേ 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ബാധകമാണെന്ന് മാത്രം. ഇനി ഈ ഒരു പദ്ധതിയിൽ ജോയിൻ ചെയ്ത ഒരു വ്യക്തിക്ക് ആക്സിഡൻറ്റ് മുഖേന മിസ്കാരേജ് സംഭവിക്കുകയാണെങ്കിൽ എത്ര തുക ക്ലെയിമായി ലഭിക്കും എന്നുള്ളത് നോക്കാം. എക്സാമ്പിളായി ഒരു വ്യക്തി 5 ലക്ഷമോ 10 ലക്ഷമോ 15 ലക്ഷമോ ഇതിലേതെങ്കിലും ഒന്നാണ് സം ഇൻഷ്വേർഡായി ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ മിസ്കാരേജ് സംഭവിക്കുന്ന സമയത്ത് 25,000 രൂപ വരെ ക്ലെയിം ലഭിക്കുന്നതാണ്. അതല്ല 20 ലക്ഷമോ 25 ലക്ഷമോ ആണ് സം ഇൻഷ്വേർഡ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ 35,000 രൂപയും, 50 ലക്ഷമോ
അതിന് മുകളിലോ ആണ് സം ഇൻഷുർഡ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ 40,000 രൂപയും ക്ലെയിം ലഭിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനമായി ഈ ഒരു പോളിസിയിൽ ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഡെലിവറി എക്സ്പെൻസായി എത്ര രൂപയുടെ കവറേജ് ലഭിക്കും എന്നുള്ളത് നോക്കാം. ഡെലിവറി എന്ന് പറയുമ്പോൾ അതിൽ നോർമൽ ഡെലിവറിയും സിസേറിയനും അതല്ലെങ്കിൽ സി സെക്ഷനും ഉൾപ്പെടുന്നതായിരിക്കും. 5 ലക്ഷം രൂപ സം ഇൻഷുർഡായി ചൂസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 25,000 രൂപ വരെയും, 10 ലക്ഷമോ 20 ലക്ഷമോ സം ഇൻഷുർഡ് ചൂസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 50,000 രൂപ വരെയും, 25 ലക്ഷമോ 50 ലക്ഷമോ സം ഇൻഷുർഡ് ചൂസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 75,000 രൂപ വരെയും, 1 കോടി രൂപ സം ഇൻഷുർഡ് ചൂസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 1 ലക്ഷം രൂപ വരെയും ഡെലിവറി എക്സ്പെൻസായി ലഭിക്കുന്നതാണ്. പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലോസ്, 5 ലക്ഷമോ 10 ലക്ഷമോ ആണ് സം ഇൻഷുർഡ് ചൂസ് ചെയ്യുന്നതെങ്കിൽ 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ബാധകമാണ്. അതല്ല 15 ലക്ഷമോ അതിൽ കൂടുതലോ ആണ് സം ഇൻഷുർഡ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഈ വെയിറ്റിംഗ് പീരീഡ് 1 വർഷമായി കുറയുന്നതായിരിക്കും. ന്യൂ ബോൺ ബേബി കവറേജുമായി ബന്ധപ്പെട്ട ഫീച്ചേഴ്സാണ് ഇനി പ്രധാനമായും വിശദീകരിക്കാനായിട്ടുള്ളത്. ആദ്യമായി ഡേ 1 തൊട്ട് തന്നെ ന്യൂ ബോൺ ബേബി കവറേജ് നൽകുന്ന ഒരു പോളിസിയാണ് സ്റ്റാർ വുമൻ കെയർ പോളിസി. ന്യൂ ബോൺ ബേബിക്ക് ആദ്യ വർഷം സം ഇൻഷുർഡിൻ്റെ 25% വരെ ഉപയോഗിക്കാവുന്നതാണ്. അതായത് 10 ലക്ഷം രൂപ സം ഇൻഷുർഡ് എടുത്തിട്ടുള്ള ഒരു വ്യക്തിക്ക് 2.5 ലക്ഷം രൂപ വരെ ന്യൂ ബോൺ ബേബി കവറേജായി ആദ്യ വർഷം തന്നെ ലഭിക്കുന്നതാണ്. തുടർ വർഷങ്ങളിൽ എത്രയാണോ സം ഇൻഷുർഡ് ആ ഒരു തുക ആവശ്യമാണെങ്കിൽ കുട്ടിക്കും ക്ലെയിമായി ലഭിക്കുന്നതാണ്. കൂടാതെ ന്യൂ ബോൺ ബേബി കവറേജിൽ വാക്സിനേഷനും അതേപോലെ തന്നെ മെറ്റാബോളിക് സ്ക്രീനിങ്ങിനും പീഡിയാട്രിക് കൺസൾട്ടേഷനും ഒരു നിശ്ചിത തുക അനുവദിച്ചിട്ടുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇൻഷുറൻസ് മേഖലയിലെ പല കമ്പനികളുടെ പല ഇൻഷുറൻസ് പോളിസികളിലും ഡെലിവറി എക്സ്പെൻസും അതേപോലെ തന്നെ ന്യൂ ബോൺ ബേബി കവറേജസ് നൽകുന്നുണ്ട്. എങ്കിലും മറ്റ് പല കമ്പനികളുടെ പല പോളിസികളിലും ജനിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബാഹ്യമോ ആന്തരികമോ ആയിട്ടുള്ള വൈകല്യങ്ങളുണ്ടെങ്കിൽ അവരെ നിലവിലുള്ള പോളിസിയിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുന്നതല്ല. പക്ഷേ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ വുമൻ കെയർ പോളിസിയിൽ ഇത്തരത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിൽ വൈകല്യമുള്ള കുട്ടികളാണെങ്കിൽ തന്നെയും അവരെ പോളിസിയിൽ ഉൾപ്പെടുത്തുന്നതിനും അവർക്ക് പരിപൂർണമായിട്ടുള്ള ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനും സാധിക്കുമെന്നുള്ളതാണ് ഈ പോളിസിയെ കൂടുതൽ മികച്ച ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയാക്കി മാറ്റുന്നത്. ഇത്രയും പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും ഡെലിവറി എക്സ്പെൻസുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ ന്യൂ ബോൺ ബേബി കവറേജസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി സവിശേഷതകളും ഒട്ടനവധി നല്ല ഫീച്ചേഴ്സും നൽകുന്ന ഒരു മികച്ച പോളിസി തന്നെയാണ് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ സ്റ്റാർ വുമൻ കെയർ ഇൻഷുറൻസ് പോളിസി എന്നുള്ളത്. സോ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ വുമൻ കെയർ പോളിസിയിലെ ഡെലിവറി എക്സ്പെൻസ് കവറേജും അതേപോലെ തന്നെ ന്യൂ ബോൺ ബേബി കവറേജസും ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത്. ഈ ഒരു പോളിസിയിൽ മറ്റ് ഒട്ടനവധി ഫീച്ചേഴ്സും മറ്റ് കാര്യങ്ങളും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ചൂസ് ചെയ്യുമ്പോൾ ആ ഒരു പ്ലാൻ നമുക്ക് സ്യൂട്ടബിൾ ആണോ, നമുക്ക് വേണ്ടുന്ന ഫീച്ചേഴ്സ് അതിലുണ്ടോ, എത്രയാണ് സം ഇൻഷുർഡ് ചൂസ് ചെയ്യേണ്ടത്, ഇനി പല ട്രീറ്റ്മെൻറ്റ്സിനും ക്യാപ്പിംഗ് ഉണ്ടോ, എത്രയാണ് ലിമിറ്റ്സ്, എത്രയാണ് സബ് ലിമിറ്റ്സ്, അതുകൂടാതെ ഓരോ അസുഖത്തിനും എത്ര വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരു കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് ചൂസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ സ്റ്റാർ ഹെൽത്ത് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ HDFC എർഗോ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ കെയർ ലൈഫ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നിവ ബൂപ്പേ ആയിക്കോട്ടെ, ഈ ഓരോ കമ്പനീസിനും വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രൊഡക്റ്റുകളുണ്ട്. ഈ വ്യത്യസ്തങ്ങളായ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സും തികച്ചും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. സോ തീർച്ചയായിട്ടും ഒരു മികച്ച ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ചൂസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു അഡ്വൈസറുടെ നിർദ്ദേശപ്രകാരം ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല കാര്യം. സോ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതല്ലെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മികച്ച പ്രൊഡക്റ്റുകളെക്കുറിച്ച് അറിയണമെങ്കിൽ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നന്ദി.